നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിഫിനിറ്റ് ലീവ് ടു റിമെയിൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് ചെയ്യുക എന്നതാണ്. നിങ്ങൾക്കറിയാം, UK വന്നു കഴിഞ്ഞ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഡിഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്ന് പറയുന്ന ഒരു സംഗതി. ആപ്ലിക്കേഷൻ പല ആൾക്കാരും നമ്മൾ വക്കീൽ വഴിയാണ് അല്ലെങ്കിൽ ഏജൻറ്റ് വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അറൗണ്ട് 500 to 2500 വരെ കമ്മീഷനായിട്ട് അവർ വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഈവൻ ഫോണോ ഉപയോഗിച്ച്, ടാബ്ലറ്റോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാനാണ് എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്തത്. സക്സസ് ആയി. എനിക്ക് BRP കാർഡ് ലഭിച്ചു. എൻ്റെ ആപ്ലിക്കേഷൻ സക്സസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ഗ്യാരണ്ടിയിൽ പറയാം, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ, വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ യാതൊരു കുഴപ്പവും വരികയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പെർമനൻറ്റ് റെസിഡൻസി UK ഏത് റൂട്ടിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്ക് പല രീതിയിൽ ആപ്ലിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൽ ഒന്നാണ് Tier 2 അല്ലെങ്കിൽ നമുക്ക് സ്കിൽഡ് വർക്കർ വിസ റൂട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള കാറ്റഗറീസ് മോസ്റ്റ്ലി ആൾക്കാർ വരുന്നത് Tier 2 കാറ്റഗറി എന്ന് പറയുന്ന വിസ റൂട്ടാണ്. ഇപ്പോൾ അതിനെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസ എന്നോ സ്കിൽഡ് വർക്കർ വിസ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരാൾക്കാർക്ക് നമ്മൾ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് UK നിന്നാൽ മാത്രമേ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി അല്ലെങ്കിൽ ഇൻഡിഫിനിറ്റ് ലീവ് ടു റിമെയിൻ, രണ്ട് പേര് ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസി എന്നും ഇൻഡിഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ രണ്ടും ഒന്നാണ്. എന്ന് പറയുന്ന സെയിം സംഗതി തന്നെയാണ് ഈ ഒരു പെർമനൻറ്റ് റെസിഡൻസി അല്ലെങ്കിൽ ഇൻഡിഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് 10 ഇയർ റൂട്ടാണ് വരുന്നത്. പക്ഷേ Tier 2 വർക്ക് വിസ കാറ്റഗറി ഉള്ളവർക്ക് 5 ഇയർ റൂട്ടാണ് വരുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് നമ്മൾക്ക് 5 ഇയർ കണ്ടിന്യൂസ് റെസിഡൻസി ഇവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ 5 ഇയർ ആവുന്നതിൻ്റെ വിത്തിൻ 28 ഡേയ്സിൽ ഉള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ 2018 വന്നത്. 2018 ഫെബ്രുവരി 26 വന്നത്. അപ്പം എനിക്ക് 2023 ഫെബ്രുവരി 26 ആവുമ്പോഴേ എനിക്ക് 5 ഇയർ കണ്ടിന്യൂസ് ആവത്തുള്ളൂ. ഈ ഒരു 26-ന് 28 ദിവസം മുൻപെന്ന് പറയുമ്പോൾ 28 ദിവസം വിത്തിൻ 28 ഡേയ്സിലേ നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുൻപ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ജനുവരി 29 അല്ലെങ്കിൽ ജനുവരി 30 കഴിഞ്ഞ് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തത് ഫെബ് 1 അപ്പോൾ ആ വിത്തിൻ 28 ഡേയ്സിനകത്താണ് എൻ്റെ ആപ്ലിക്കേഷൻ വന്നത്. അപ്പോൾ നിങ്ങളുടെ 5 ഇയർ ആവുന്നതിൻ്റെ കാലയളവ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 5 ഇയർ കൂടുതൽ വിസ ഉള്ളവർക്ക് 5 ഇയർ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ 5 ഇയർ വിസ ഉള്ളവർക്ക് വിത്തിൻ 28 ഡേയ്സ് എക്സ്പയർ ആവുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്കിൽഡ് വർക്കർ വിസ, ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസ, അതുപോലെ തന്നെ Tier 2 കാറ്റഗറിയിലുള്ള വിസ ഉള്ളവർ എങ്ങനെയാണ് 5 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എംപ്ലോയറിൽ നിന്ന് വാങ്ങിയെടുത്തുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് മെയിൻ്റനൻസ് ലെറ്റർ വേണം. മെയിൻ്റനൻസ് ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ COS ലെറ്റർ അല്ല, നമ്മുടെ പെർമനൻറ്റ് എംപ്ലോയി ആണ്. നമ്മുടെ സാലറി എത്രയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ടേജ് ഒക്യുപ്പേഷണൽ കോഡ് നമ്മുടെ ആ ഒരു ലെറ്ററിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. നഴ്സസ് ആണെങ്കിൽ 2231 എന്ന് പറയുന്ന ഷോർട്ടേജ് ഒക്യുപ്പേഷണൽ കോഡാണ്. അത് എല്ലാ എംപ്ലോയേഴ്സിനും അറിയാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യം അവർക്ക് മെയിൽ അയക്കുമ്പോൾ നമുക്കൊരു ലെറ്റർ അവർ തരുന്നതാണ്. ഈ ഒരു ലെറ്ററിൽ പ്രധാനമായിട്ടും നമ്മുടെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ സാലറി, നമ്മൾ പെർമനൻറ്റ് എംപ്ലോയി ആണ്, അതുപോലെ നമ്മുടെ അവേഴ്സ് ഓഫ് വർക്ക്, അതുപോലെ തന്നെ ഷോർട്ടേജ് ഒക്യുപ്പേഷണൽ കോഡ്. ഈ ഒരു 4 കാര്യം പ്രധാനമായിട്ട് ആ ഒരു ലെറ്ററിൽ വേണം. അത് അവരുടെ ലെറ്റർ ഹെഡിൽ തന്നെ വേണ്ടതാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പഴയ COS ഉണ്ട്. നമ്മുടെ വിസ എക്സ്പയർ ആവുന്ന സമയത്ത് നമ്മൾ റിന്യൂ ചെയ്യുന്ന ഒരു സെക്കൻഡ് COS അവർ ഇഷ്യൂ ചെയ്യും. ആ ഒരു COS ലെറ്റർ നമുക്ക് വേണം. കാരണം എന്ന് വെച്ചാൽ അവർ നമ്മുടെ COS-ൻ്റെ നമ്പർ നമ്മുടെ ആപ്ലിക്കേഷനിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു COS ലെറ്റർ വേണം. COS പഴയത് കയ്യിലില്ലാത്തൊരു നിങ്ങളുടെ മെയിലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ HR-നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് കോപ്പി ലഭിക്കുന്നതാണ്. അതുപോലെ നമുക്ക് 3 മന്തിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. 3 മന്ത് നമ്മുടെ പേ സ്ലിപ്പും വേണം. ഈ ഒരു 3 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 3 മന്ത് പേ സ്ലിപ്പും ഒരു PDF ഫയലായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ
ഗൂഗിളിൽ കയറി നമുക്ക് PDF പല പല ഓൺലൈൻ ടൂൾസ് ഉണ്ട്. നമുക്ക് PDF മെർജർ എന്നൊക്കെ പറഞ്ഞ ഓൺലൈൻ ടൂൾസ് ഉണ്ട്. നമ്മുടെ 3-4 PDF ഒക്കെ ഒരുമിച്ച് നമ്മൾ മെർജ് ചെയ്ത് സിംഗിൾ PDF ആയിട്ട് മാറ്റുന്ന ടൂളുണ്ട്. ആ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് PDF മെർജ് ചെയ്യാവുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഒരു യൂട്ടിലിറ്റി ബില്ല് വേണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ BRPയുടെയും പാസ്പോർട്ടിൻ്റെയും കളേർഡ് സ്കാൻഡ് കോപ്പിയാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്ത് വെക്കേണ്ടത്. ഇനി പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോയ ഒരു സംഭവമാണ് നമ്മുടെ ലൈഫ് ഇൻ ദി UK എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻറ്റ് തിയറി ടെസ്റ്റ് ഉണ്ട് UK-യിൽ. ആ ഒരു ടെസ്റ്റ് പാസ്സാവണം. ഈ ഒരു ടെസ്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാവുന്നതാണ്. നമ്മുടെ PR അല്ലെങ്കിൽ നമ്മുടെ സെറ്റിൽമെൻറ്റ് ലഭിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഴുതാം. പക്ഷേ ഇതിന് അൺലിമിറ്റഡ് വാലിഡിറ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതി പാസ്സായി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ PR ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമുക്ക് UK സിറ്റിസൺഷിപ്പ് ലഭിക്കാനായിട്ടും ഈ ഒരു ടെസ്റ്റിൻ്റെ റെഫറൻസ് നമ്പർ വേണം. ഈ ഒരു റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് മെയിൽ വഴി ലഭിക്കുന്നതാണ്. ഈ ഒരു റെഫറൻസ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ ടെസ്റ്റ് ലൈഫ് ഇൻ ദി UK ടെസ്റ്റിൻ്റെ ആ റെഫറൻസ് നമ്പർ നമ്മൾ PR ആപ്ലിക്കേഷനിൽ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് ഈ ഒരു റെഫറൻസ് നമ്പർ സേവ് ചെയ്ത് വെക്കണം. അതും പ്രധാനമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് ഞാൻ Tier 2 വിസ കാറ്റഗറിയാണ് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ Tier 2 PR ആപ്ലിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് UKയുടെ ഇനിയൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഈ സെറ്റിൽമെൻറ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഫാമിലി അല്ലെങ്കിൽ ഫാമിലി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് 5 ഇയർ കണ്ടിന്യൂസ് റെസിഡൻസി UK-യിൽ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലോടൊക്കാം. അപ്ലൈ നൗ കൊടുത്ത് വെച്ച് സ്റ്റാർട്ട് എ ന്യൂ ആപ്ലിക്കേഷൻ. അതിനായിട്ട് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് യുവർ ലൊക്കേഷൻ. ആർ യു കറൻ്റ്ലി ഇൻ ദി UK? തീർച്ചയായിട്ടും നമുക്ക് UK-യിൽ നിന്നാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നോ അടിക്കുക. എന്നിട്ട് നമ്മുടെ ഏരിയ ഓഫ് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ പോയി അവരെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർ PR ആപ്ലിക്കേഷൻ്റെ ടൈമിൽ UK-യുടെ പുറത്ത് നിന്ന് അപ്ലൈ ചെയ്യേണ്ടവർക്കും അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ആർ യു കറൻ്റ്ലി ഇൻ ദി UK ആണെങ്കിൽ എസ് അടിക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ചോദിക്കും നമുക്ക് ഹോം ഓഫീസിൽ എന്തെങ്കിലും പ്രീവിയസ് ആപ്ലിക്കേഷൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് രജിസ്ട്രേഷൻ നമുക്കൊരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. നമുക്കൊരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു മെയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു മെയിൽ നമുക്ക് വെരിഫൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടെങ്കിൽ ആ ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഏത് കാറ്റഗറിയാണ് നമ്മുടെ കറണ്ട് വിസ. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ സ്കിൽഡ് വർക്കർ അല്ലെങ്കിൽ Tier 2 വിസ കാറ്റഗറിയാണ് നോക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്കിൽഡ് വർക്കർ Tier 2 ഓർ ഇൻ്റർനാഷണൽ സ്പോർട്ട് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയാണ് എടുത്തത്. നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഡിപ്പെൻഡൻ്റ് എലിജിബിൾ ആണെങ്കിൽ അവർക്ക് ഡിപ്പെൻഡൻ്റ് വിസയിൽ സ്കിൽഡ് വർക്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആപ്ലിക്കൻ്റ് സ്കിൽഡ് വർക്കർ Tier 2 ഓർ ഇൻ്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പേജിലോട്ട് പോകാവുന്നതാണ്. അടുത്ത പേജിൽ പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഏത് ടൈപ്പ് വിസ കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ സ്കിൽഡ് വർക്കറാണ് നമ്മുടെ നഴ്സസ് കാറ്റഗറി വരുന്നത്. അടുത്ത പേജിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. കറക്റ്റാണ്. നമ്മുടെ മെയിൽ അഡ്രസ്സ് പ്രധാനമായിട്ടും കറക്റ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ മെയിൻ ആപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അടുത്ത് എൻട്രി ചെയ്യാൻ കൊടുക്കുന്നത്. അതിന് ആൻസർ ക്വസ്റ്റ്യൻസ് എബൌട്ട് ദിസ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കൻ്റെ ഫുൾ നെയിം കൊടുക്കുക വിത്ത് ടൈറ്റിൽ. അതിന് ഗിവൺ നെയിമും ഫാമിലി നെയിമും. ഗിവൺ നെയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിമും ഫാമിലി നെയിമും സർ നെയിമും അത് മാറിപ്പോകരുത്. അതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പാർട്ടാണ്. നമ്മുടെ പാസ്പോർട്ടിൽ കൊടുത്ത ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കൻറ്റിന് ഏതെങ്കിലും ഒരു അതർ നെയിംസ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ അടിക്കുക. പിന്നെന്ന് വെച്ചാൽ അടുത്തൊരു ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നത് നമ്മുടെ ആപ്ലിക്കൻറ്റിൻ്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിൽ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ എടുക്കുമ്പോഴത്തേക്ക് ആപ്ലിക്കൻ്റെ പോസ്റ്റൽ അഡ്രസ്സാണ് കൊടുക്കുന്നത്. പോസ്റ്റൽ അഡ്രസ്സിൽ ചോദിക്കുമ്പോൾ എത്ര നാളായിട്ട് ഈ ഒരു പോസ്റ്റൽ അഡ്രസ്സിൽ ഉണ്ട് എന്നത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കൻ്റെ ജെൻഡർ ചോദിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസും ചോദിക്കുന്നുണ്ട് ആ ഒരു പേജിൽ. ഇത്രയും കഴിഞ്ഞ് നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ എടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിൽ പോകാവുന്നതാണ്. നെക്സ്റ്റ് പേജിൽ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ
നാഷണാലിറ്റിയാണ്. ഞാൻ ഇന്ത്യൻ ഒറിജിനാണ്, അപ്പോൾ എൻ്റെ നാഷണാലിറ്റി ഇന്ത്യനാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കൻ്റെ നാഷണാലിറ്റി എൻട്രി ചെയ്യണം. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കണം. ഈ പ്ലേസ് ഓഫ് ബർത്ത് നമ്മുടെ പാസ്പോർട്ടിലെ എക്സാക്ട്ലി മാച്ച് ആയിരിക്കണം. നമ്മുടെ പാസ്പോർട്ടിൽ എക്സാക്ട്ലി മാറ്റെല്ലാം കൗണ്ടർ ചെക്ക് ചെയ്യുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. പിന്നെ നമുക്ക് കൊടുക്കുന്നത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. പാസ്പോർട്ട് ഡീറ്റെയിൽസിനകത്ത് പാസ്പോർട്ട് നമ്പർ, നമ്മുടെ ഇഷ്യൂ ചെയ്ത ഡേറ്റും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റുമാണ് കൊടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻ കൊടുക്കണം. ഐ ക്യാൻ പ്രൊവൈഡ് ദിസ് പാസ്പോർട്ട് ഇഫ് റിക്വയർഡ്. അതായത് അർജൻറ്റായിട്ട് നാട്ടിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു വെരിഫിക്കേഷൻ വേണ്ടി പാസ്പോർട്ട് ചോദിച്ചാൽ കൊടുക്കണോ വേണ്ടയോ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതർവൈസ് നമുക്ക് നോ ചെയ്യാവുന്നതാണ്. യുവർ ഐഡൻറ്റിറ്റി കാർഡ് എന്തെങ്കിലും ഇന്ത്യൻ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നോ അടിക്കാം. ഇനി അതോ നാഷണാലിറ്റി, നമ്മുടെ ഇന്ത്യൻ ഉള്ളവർക്ക് ഡ്യുവൽ നാഷണാലിറ്റി ഇല്ല, അതുകൊണ്ട് നമുക്ക് നോയെ അവിടെ വരുള്ളൂ. ലിവിങ് അറ്റ് യുവർ ഹോം അഡ്രസ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഹോം അഡ്രസ്സ് കൊടുത്തില്ല. ആ ഒരു ഹോം അഡ്രസ്സിൽ നമ്മൾ എത്ര നാളായിട്ടുണ്ട്, നമ്മൾ റെൻറ്റഡ് ആണോ ഓൺ ഹൗസ് ആണോ എന്ന് അവിടെ കൊടുക്കണം. അടുത്ത ഡേറ്റ് ഓഫ് ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ ദ UK ആണ്. ഇത് നമ്മുടെ വിസ അടിച്ച ദിവസമല്ല, നമ്മുടെ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ UK ഫസ്റ്റ് എൻട്രി ചെയ്ത ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മുടെ വിസ ഇമിഗ്രേഷൻ സ്റ്റാമ്പിലുണ്ട് ഫസ്റ്റ് ഡേ ഇൻ ദ UK ആണത് കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത പേജിൽ പോകുമ്പോൾ നമ്മുടെ UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ്. നമ്മുടെ കറൻ്റ്ലി ഏത് വിസയാണ് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതെന്നാണ് ഇഷ്യൂ ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് വിസ ഇഷ്യൂ ചെയ്തതല്ല, നമ്മുടെ ഇപ്പോൾ നമ്മൾ റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിസ ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണ്. നമ്മുടെ BRP കാർഡിൽ നോക്കിയാൽ നമുക്കറിയാം ഇഷ്യൂ ഡേറ്റ് ആണ് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ അത് യുവർ UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൽ എസ് അടിക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്ത പേജിൽ നമുക്ക് ചോദിക്കുന്നതാണ് നമ്മുടെ UK വിസയുടെ ഇഷ്യൂ ചെയ്ത ഡേറ്റ്. അതായത് ഡേ, മന്ത്, ഇയർ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു ഡേറ്റ് മാറിപ്പോയത് നമുക്ക് അതിൻ്റെ അകത്ത് 2 ഡേറ്റ് ഉണ്ട്. ഒന്ന് ഇഷ്യൂ ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇഷ്യൂ ഡേറ്റ് ആണ്. എക്സ്പയറി ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത പേജുകളിൽ വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് അത് കെയർഫുള്ളായിട്ട് നിങ്ങൾ കൊടുക്കുക. എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എല്ലാം കൺഫർമേഷന് വേണ്ടി ഒരു പേജ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും കൂടെ ഗോ ത്രൂ ചെയ്യാവുന്നതാണ്. ഇത് UK PR ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. സിംപ്ലി ആയിട്ട് ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് PR ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് ടൈം സ്പെൻഡ് ഇൻ ക്രൗൺ ഡിപ്പെൻഡൻസി. നമ്മൾ UK ക്രൗൺ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട്. UK പ്രദേശങ്ങളിൽ ഉൾപ്പെടും. ആ ഒരു ക്രൗൺ ഡിപ്പെൻഡൻസിയിൽ നമ്മൾ ഏതെങ്കിലും ക്രൗൺ ഡിപ്പെൻഡൻസി പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മോസ്റ്റ് ഓഫ് ആൾക്കാർ പോകാൻ ചാൻസ് ഇല്ല, അപ്പോൾ നോ അടിക്കുക. അത് കഴിഞ്ഞ് ഡീറ്റെയിൽസ് ഓഫ് ദി UK അല്ലെങ്കിൽ ക്രൗൺ ഡിപ്പെൻഡൻസി, നമ്മൾ UK പുറത്തു പോയ നമ്മുടെ രാജ്യങ്ങളുടെ ലിസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ UK വിസ കിട്ടിക്കഴിഞ്ഞ് ഈ ഒരു വിതിൻ 5 ഇയറിൽ നമ്മൾ ഏതൊക്കെ രാജ്യത്ത് വിസിറ്റ് ചെയ്തു, അതിൻ്റെ ഫസ്റ്റ് എൻട്രി എന്നാണ്, ഫസ്റ്റ് എക്സിറ്റ് എന്നാണ്, ഫസ്റ്റ് എൻട്രി എന്നാണ്. അതുപോലെ തന്നെ UK തിരിച്ചു വന്ന ഒരു ഡേറ്റുമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ഒരു 3-4 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കസിൻ അയർലൻഡിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 ഇയറിൽ ഞാൻ വിസിറ്റ് ചെയ്ത എല്ലാ കൺട്രിയുടെ ഡീറ്റെയിൽസ്, റീസൺ ഫോർ വിസിറ്റ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ലൈൻ മാനേജറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിച്ചിരുന്നു. അതായത് ഞാൻ ഈ ഒരു എൻട്രിയും എക്സിറ്റ് ചെയ്ത സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും, അതായത് ഞാൻ ഏതൊക്കെ രാജ്യത്ത് വിസിറ്റ് ചെയ്തു അതിൻ്റെ പർപ്പസ് ഓഫ് വിസിറ്റും കൂടെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലൈൻ മാനേജറിൻ്റെ ഒരു ലെറ്റർ വാങ്ങിച്ചിരുന്നു. അത് എന്ന് വെച്ചാൽ ഞാൻ പോയ ഈ ദിവസങ്ങൾ എൻ്റെ പെയ്ഡ് ആനുവൽ ലീവ് അല്ലെങ്കിൽ എൻ്റെ അലൗഡ് ആയിട്ടുള്ള ലീവിൽ നിന്നാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ നമ്മൾ കൊടുത്തിരുന്നു. നമ്മൾ കറൻ്റ്ലി ഇപ്പം വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ആ ലെറ്റർ ഞാൻ സപ്പോർട്ടിങ് ഇൻഫർമേഷനായിട്ട് വെച്ചത്. അത് മാൻഡേറ്ററി ആയിട്ട് അവർ പറയുന്നില്ല, എന്നാലും സപ്പോർട്ടിങ് ഇൻഫർമേഷനായിട്ട് ഞാൻ വെച്ചെന്നുള്ളൂ. കാരണം നമ്മുടെ HR നമുക്ക് ലെറ്റർ കിട്ടുമ്പോൾ നമ്മുടെ കൺഫർമേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റും നമ്മുടെ സാലറി ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നമ്മുടെ ഓക്യുപ്പേഷൻ്റെ ഷോർട്ട് കോഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ലെറ്റർ കൊടുത്തത്. ആ ലെറ്ററിനകത്ത് ഞാൻ ഡേറ്റ് എക്സിറ്റ് ആയതും ഡേറ്റ് എൻട്രി ആയതും അതുപോലെ തന്നെ ഏത് രാജ്യത്താണ് വിസിറ്റ് ചെയ്തത് അതുപോലെ തന്നെ പർപ്പസ് ഓഫ് വിസിറ്റും എന്നും കൂടെ ചേർത്ത് ഞാൻ ഒരു ടാബുലർ കോളം പോലാക്കി ആ ഡീറ്റെയിൽസ് ലൈൻ മാനേജർ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത എവിഡൻസ് ഓഫ് യുവർ ആബ്സെൻസ് ഫ്രം ദ UK ആൻഡ് ക്രൗൺ ഡിപ്പെൻഡൻസി. എൻ്റെ ചോദിച്ചിട്ടുണ്ട് ലെറ്റർ ഫ്രം ദ എംപ്ലോയർ. ചില എംപ്ലോയേഴ്സ്
നമ്മുടെ ഈ ഒരു ലെറ്ററും കൂടെ വെച്ച് നമ്മുടെ HR തരുന്നുണ്ട്. പക്ഷേ ചില ഹോസ്പിറ്റൽ എംപ്ലോയേഴ്സ് അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആണ് ഞാനൊരു സെപ്പറേറ്റ് ലെറ്റർ വെച്ചത്. അങ്ങനെയുള്ളവർക്ക് ആ ഒരു HR ലെറ്റർ മാത്രം കാണിച്ചാൽ മതിയാവും. അല്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനൊരു ലെറ്റർ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കുന്നത് അതർ കൺട്രീസ് യു ഹാവ് ലീവ്ഡ് ഇൻ. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഫസ്റ്റ് കൺട്രിയായ നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കണം. സിൻസ് ബർത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് UK അല്ലാതെ നമ്മൾ ഏതൊക്കെ കൺട്രിയിൽ താമസിച്ചുകൊണ്ടോ ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കേണ്ടതാണ്. ഗൾഫിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് UK വന്നവർക്ക് ആ ഒരു കൺട്രിയുടെ ഡീറ്റെയിൽസും ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് UK വന്നതുകൊണ്ട് ഞാൻ വേറൊരു കൺട്രിയിലും അങ്ങനെ സ്റ്റേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കേസിൽ ഞാൻ ഇന്ത്യയുടെ കാര്യം മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങളുടെ കേസുകളിൽ ഇങ്ങനെ ബാക്കിയുള്ള രാജ്യത്ത് നിങ്ങൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ സെക്കൻഡ് കൺട്രി ആഡ് ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് കൺട്രി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നോ അടിച്ചു. സെക്കൻഡ് കൺട്രി ഉള്ളവർക്ക് അവിടെ എൻട്രി ചെയ്ത് നമുക്ക് നമ്മുടെ ടൈം ലൈനനുസരിച്ച് നമ്മുടെ ഓരോ കൺട്രീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ എൻട്രിയും എക്സിറ്റും കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ പാസ്പോർട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതിനകത്തോ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പ്രൂഫൊന്നും അവർ ചോദിക്കുന്നില്ല. പക്ഷേ നമ്മുടെ പാസ്പോർട്ടിൻ്റെ എല്ലാം സ്കാൻഡ് കോപ്പി നമ്മൾ ഇത് വെക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പേജിൻ്റെയും സ്കാൻഡ് കോപ്പി നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പീസ് എല്ലാം വേണം. നമ്മളുടെ ഓൾഡ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും സ്കാൻഡ് കോപ്പിക്കകത്ത് വെക്കേണ്ടതാണ്. പിന്നെ ചോദിച്ചതെന്ന് വെച്ചാൽ അഡീഷണൽ കൺട്രീസ് യു ഹാവ് ലീവ്ഡ് ഇൻ, അങ്ങനെയുള്ളവർ കേസ് കൊടുക്കുക അല്ലെങ്കിൽ നോ എടുക്കുക. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ്. UK വന്ന് എല്ലാവർക്കും നാഷണൽ ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. നാഷണൽ ഇൻഷുറൻസ് നമ്പർ കൊടുക്കുക. അങ്ങനെ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് നാഷണൽ ഇൻഷുറൻസ് കൊടുക്കുക. പക്ഷേ 99.9% ആൾക്കാർക്കും നാഷണൽ ഇൻഷുറൻസ് നമ്പറുണ്ട്. അടുത്തൊക്കെ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഇൻ ദി UK ടെസ്റ്റാണ്. ലൈഫ് ഇൻ ദി UK ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണത്. അത് കഴിഞ്ഞ് പ്രോബ്ലംസ് വിത്ത് ഇമിഗ്രേഷൻ ടു ദി UK. ആരെങ്കിലും നമ്മുടെ പ്രീവിയസ് ആപ്ലിക്കേഷനിൽ നമ്മുടെ എന്തെങ്കിലും റിഫ്യൂസലോ ഡിപ്പോർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ നോ അടിക്കുക. എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാ ഡീറ്റെയിൽസും അവരുടെ ഓൺലൈൻ സിസ്റ്റത്തിലുണ്ട്. പക്ഷേ ഇതിലൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫോമിൽ നമ്മൾ റെഗുലറായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വേണ്ടത് സ്പോൺസർ ലൈസൻസ് നമ്പറാണ്. നമുക്ക് ഒന്നുകിൽ നമ്മുടെ HR ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് COS ലെറ്ററിൻ്റെ കോപ്പിയുടെ കൂടെ നമുക്ക് സ്പോൺസർ ലൈസൻസ് നമ്പർ കാണാവുന്നതാണ്. ഈ ഒരു സ്പോൺസർ ലൈസൻസ് നമ്പർ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട്. അങ്ങനെ ഒരു ലെറ്റർ കയ്യിലില്ലാത്തവർ അല്ലെങ്കിൽ മിസ്സായിട്ടുള്ളവർ നിങ്ങളുടെ HR അടുത്ത് ചോദിച്ച് ഈ ഒരു ലെറ്റർ ഒന്നുകിൽ കോപ്പി വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ ലൈസൻസ് നമ്പർ അവരുടെ നിന്ന് വാങ്ങാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സാലറി ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്യേണ്ടത്. സാലറി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഒക്യുപ്പേഷണൽ ക്ലാസിഫിക്കേഷൻ കോഡ് SOC സോക്ക് കോഡ് എന്ന് പറയും. ഈ ഒരു സോക്ക് കോഡ് നിങ്ങളുടെ HR ലെറ്ററിൽ എൻട്രി ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി ഡീറ്റെയിൽസിൻ്റെ ഡീറ്റെയിലും സോക്ക് കോഡും ഇവിടെ എൻട്രി ചെയ്യേണ്ടതാണ്. നഴ്സസിൻ്റെ കാറ്റഗറിയിൽ നമ്മുടെ സാലറി സ്റ്റാൻഡേർഡ് ഒക്യുപ്പേഷണൽ ക്ലാസിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത് 2231 ആണ്. അതുപോലെ നമ്മുടെ കറണ്ട് റേറ്റ് ഓഫ് പേ നമ്മുടെ പേ സ്ലിപ്പിൽ നോക്കിയിട്ട്, നമ്മുടെ ലാസ്റ്റ് പേ സ്ലിപ്പിൽ നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമ്മുടെ പേ അവിടെ എൻട്രി ചെയ്യണം. അതുപോലെ നമ്മൾ എത്ര അവേഴ്സാണ് വീക്ക്ലി കോൺട്രാക്റ്റഡ് അത് നമ്മുടെ COS അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ ലെറ്ററിൽ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ അവേഴ്സ് കറക്റ്റായിട്ട് ഇവിടെ എൻട്രി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യണം. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സോക്ക് കോഡ് മാറിപ്പോകരുത്. നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സോക്ക് കോഡും നമ്മുടെ സാലറി ഡീറ്റെയിൽസും അവേഴ്സും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് പോവുക. ഇപ്പോൾ നമ്മൾ പേരൻറ്റൽ അല്ലെങ്കിൽ അഡോപ്ഷൻ ലീവ് അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവൊക്കെ ഉള്ളവർക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് നോ ചെയ്ത് നമ്മുടെ അടുത്തൊരു പേജിലോട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മെറ്റേണിറ്റി ലീവൊക്കെ ഉള്ളവർക്ക് അത് നമ്മുടെ ആബ്സെൻസ് ആയിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ എഗ്രീഡ് നമ്മുടെ എംപ്ലോയർ ബെനിഫിറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലീവ് ഉണ്ടെങ്കിൽ അത് S അടിക്കണം, അല്ലെങ്കിൽ നമുക്ക് നോ അടിച്ച് നമുക്ക് നെക്സ്റ്റ് പേജിൽ പോകാവുന്നതാണ്.
അപ്പോൾ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് വരുന്ന ഒരു സെൽഫ് ഡിക്ലറേഷനാണ്. കൺവിക്ഷൻ ആൻഡ് അതർ പെനാൽറ്റി. നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ക്രിമിനൽ കൺവിക്ഷൻ എന്തെങ്കിലും കേസോ കോർട്ടിലൊക്കെ കേസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഡ്രൈവിംഗ് ഓഫൻസസ് കാരണം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മൾ നോർമൽ പോയിന്റ് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എൻട്രി ചെയ്യേണ്ട. നമ്മുടെ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസോ എന്തെങ്കിലും വലിയ ആക്സിഡൻറ്റ് നടന്ന് നമ്മുടെ കേസ് പെൻഡിങ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കണം. അല്ലാത്തവർക്ക് നോ അടിക്കുക. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റിയോ ടെററിസ്റ്റ് വ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുക്കുക. നമ്മുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും മോശമായ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നോ അടിക്കുക. ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എവിഡൻസ് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ചോദിക്കുന്നതാണ് നമ്മുടെ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്. നമ്മുടെ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ എൻട്രി ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് വീസ സ്റ്റാറ്റസ് ഇഷ്യൂ ചെയ്തതാണ്. നമ്മുടെ വീസയും ബയോമെട്രിക് നമ്മുടെ നാഷണൽ ഇൻഷുറൻസിൻ്റെ ബയോമെട്രിക് റെസിഡൻസ് കാർഡും ഒരേ കാർഡിലാണ്. ഇവിടെ നമ്മുടെ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യണം. നമ്മുടെ പ്ലേസ് ഓഫ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം ആണ്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ നമ്പർ ഇവിടെ എൻട്രി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബയോമെട്രിക് റെസിഡൻസ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ബയോമെട്രിക് റെസിഡൻസ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫർമേഷനായിട്ടൊരു PDF കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബയോമെട്രിക് റെസിഡൻസ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് അവർ കറക്റ്റായി അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ 7 എന്ന് പറഞ്ഞ നമ്പറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻഡിക്കേഷനിലാണ് നമ്മുടെ ബയോമെട്രിക് റെസിഡൻസ് കാർഡിൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫർമേഷൻ കൊടുത്തത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക അടുത്ത പേജിൽ പോകുന്നതിന് മുമ്പ്. നമ്മൾ ഓരോ കാര്യങ്ങൾ കൊടുക്കുക. അതിൽ നമ്മുടെ ട്രാവലിംഗ് ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മുടെ റീസൺ എല്ലാം കൊടുക്കുക. അടുത്ത പേജിൽ എന്ന് വെച്ചാൽ പബ്ലിക് ഫണ്ട്. നമ്മുടെ Tier 2 വിസ കാറ്റഗറിയിലുള്ളവർക്ക് നമുക്ക് പബ്ലിക് ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല, ഇൻക്ലൂഡിങ് ചൈൽഡ് ബെനിഫിറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ അടിക്കുക. അത് കഴിഞ്ഞ് അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിക്ലറേഷനാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു നമ്മുടെ യൂട്ടിലിറ്റി ബില്ലോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടോ എല്ലാം നമ്മുടെ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡറിലാണെങ്കിൽ അവരുടെ നിന്ന് ഒരു വെരിഫിക്കേഷൻ വാങ്ങിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കൺസെൻറ്റ് ഫോമാണിത്. നിങ്ങൾക്ക് ആ ഒരു PDF ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൺസെൻറ്റ് ഫോം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ യൂട്ടിലിറ്റി ബില്ല് എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും ബില്ലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കൺസെൻറ്റ് എടുക്കേണ്ടതുണ്ട്. എൻ്റെ അതെന്ന് വെച്ചാൽ നമുക്ക് പാർട്ട് 1 ഉണ്ട് പാർട്ട് 2 എന്ന് പറയുന്ന 2 കൺസെൻറ്റ് ഉണ്ട്. പാർട്ട് 1 എന്ന് പറഞ്ഞ കൺസെൻറ്റ് എന്നാൽ നമ്മൾ മെയിൻ ആപ്ലിക്കൻ്റ് സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് സേവ് ചെയ്യേണ്ടതാണ്. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവർ സൈൻ ചെയ്തിട്ട് അതും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കൺസെൻറ്റ് ഫോം എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നമ്മുടെ ഡേറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ഡിക്ലറേഷൻ നമ്മൾ സൈൻ ചെയ്യേണ്ടത്. ഈ ഒരു സൈൻ ചെയ്ത് ഇത് സ്കാൻ ചെയ്യണം. നമ്മൾ പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് സൈൻ ചെയ്യുക, സ്കാൻ ചെയ്യുക. അതിൻ്റെ ലാസ്റ്റ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ഈ ഒരു കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും യൂട്ടിലിറ്റി കമ്പനീസ് നമ്മുടെ ഡേറ്റ വല്ലതും വേണമെങ്കിൽ അത് യെസ് അടിക്കുക, അല്ലെങ്കിൽ നോ അടിച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ പോകാമെന്നാണ്. അടുത്തെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ ചെക്ക് ലിസ്റ്റാണ് വരുന്നത്. നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ പാസ്പോർട്ട് വേണം. അതിൻ്റെ ഡോക്യുമെൻറ്റ് നമ്മൾ മാൻഡേറ്ററി ഡോക്യുമെൻ്റാണ്, അത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ അതർ ഡോക്യുമെൻറ്റിൽ ഞാൻ പറയുന്നത് നമ്മുടെ എംപ്ലോയർ ലെറ്റർ, അതുപോലെ തന്നെ നമ്മൾ ഔട്ട്സൈഡ് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈൻ മാനേജർ അല്ലെങ്കിൽ എംപ്ലോയർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെറ്ററും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഡിക്ലറേഷൻ സൈൻഡ് ബൈ മെയിൻ ആപ്ലിക്കൻറ്റ്. ഞാൻ പറയുന്നത് പാർട്ട് 1 പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ PDF ഡൗൺലോഡ് ചെയ്തു. അതിന് 2 പാർട്ടുണ്ട്. പാർട്ട് 1 ചെയ്യണം. അതുപോലെ തന്നെ കൺസെൻറ്റ് ഫോം ഫോർ ദ ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്സ് ഓഫ് മെയിൻ ആപ്ലിക്കൻറ്റ്. അതിനകത്ത് നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. അത് രണ്ടും ഏതെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ഇത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് പാസ്പോർട്ടും ട്രാവൽ ഡോക്യുമെൻറ്റും നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കറൻറ്റ് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാർഡ് ഫോർ ദ മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ കറൻറ്റ് ബയോമെട്രിക് റെസിഡൻസ് കാർഡിൻ്റെ സ്കാൻഡ് കോപ്പി വേണം. അതുപോലെ തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇൻ ദ UK അത് നമ്മൾ ഓൾറെഡി ബയോമെട്രിക് റെസിഡൻസ് കാർഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് മതി. അതുപോലെ തന്നെ നമ്മുടെ മോസ്റ്റ് റീസെൻറ്റ് പേ സ്ലിപ്പ്, ഞാൻ 3 മന്ത് പേ സ്ലിപ്പാണ് റീസെൻ്റ്ലി വെച്ചത്. അതുപോലെ തന്നെ മോസ്റ്റ് റീസെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ 3 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തത്. അതുപോലെ തന്നെ
നമ്മുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ വേണം. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, നമ്മുടെ ലാസ്റ്റ് ടൈമിലെ സ്പോൺസർഷിപ്പ് ലെറ്റർ വേണം. അതിൻ്റെ സ്പോൺസർഷിപ്പ് ലെറ്ററിൽ നമുക്കിപ്പം വാലിഡ് ആവണമെന്നില്ല, കാരണം നമ്മുടെ വിസ എക്സ്പയർ ആവുന്ന സമയത്ത് നമ്മുടെ സ്പോൺസർഷിപ്പ് ലെറ്ററും എക്സ്പയർ ആവും. പക്ഷേ ലാസ്റ്റ് ടൈമിൽ സ്പോൺസർഷിപ്പ് ലെറ്റർ അവർ ചോദിക്കുന്നുണ്ട്. ആ ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ സോക്ക് കോഡ് മെൻഷൻ ചെയ്യണം. ഇത് നമ്മുടെ റീസെൻറ്റ് എംപ്ലോയർ കൺഫർമേഷനകത്ത് സോക്ക് കോഡ് ഓൾറെഡി ഉണ്ട്. പക്ഷേ നമ്മുടെ ലാസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, നമ്മുടെ സ്പോൺസർഷിപ്പ് ലെറ്ററിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ലെറ്ററിൽ നമ്മുടെ സോക്ക് കോഡ് ഓൾറെഡി അതിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി ചോദിക്കുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ മെയിൻ ആപ്ലിക്കൻ്റെ പാസ്പോർട്ടിൻ്റെ സ്കാൻഡ് കോപ്പി, അതുപോലെ തന്നെ ബയോമെട്രിക് റെസിഡൻസിൻ്റെ സ്കാൻഡ് കോപ്പി, നമ്മുടെ പേ സ്ലിപ്പിൻ്റെ സ്കാൻഡ് കോപ്പി, അതുപോലെ തന്നെ റീസെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സ്കാൻഡ് കോപ്പി, അതുപോലെ നമ്മുടെ യൂട്ടിലിറ്റി ബില്ലിൻ്റെ സ്കാൻഡ് കോപ്പി, നമ്മുടെ ഡിക്ലറേഷൻ നമ്മൾ ചെയ്ത പാർട്ട് 1ഉം പാർട്ട് 2ൻ്റെ സ്കാൻഡ് കോപ്പി, അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് പാസ്പോർട്ടിലും കറൻറ്റ് പാസ്പോർട്ടിൻ്റെയും എല്ലാ പേജും സ്കാൻ ചെയ്തത്, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ലെറ്ററിൻ്റെ ആ ഒരു സ്കാൻഡ് കോപ്പിയും, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ ചോദിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അപ്പോയിൻമെൻ്റ് ടൈമിൽ നമ്മുടെ എല്ലാ പാസ്പോർട്ടും ഒറിജിനലും നമ്മളവിടെ കൊണ്ടുകൊണ്ടാണ്. നമ്മുടെ ഈ സ്കാൻഡ് കോപ്പി എടുത്താലും ഇതിൻ്റെ എല്ലാം ഒറിജിനൽ നമ്മുടെ കയ്യിൽ വെക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പേജിൽ എന്ന് വെച്ചാൽ സേവ് ആൻഡ് കണ്ടിന്യൂ പറഞ്ഞ് നമുക്ക് അടുത്ത പേജിൽ പോകാവുന്നതാണ്. അടുത്ത പേജിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ്. നമ്മൾ വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് അവരൊന്നും കൂടെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് പേജിൽ പോകുന്നതാണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഇമെയിൽ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ മെയിൽ അഡ്രസ്സ് കൊടുത്തിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് വെരിഫൈ ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ഇമെയിൽ നമ്മുടെ വെരിഫിക്കേഷൻ ലിങ്ക് റീസെൻഡ് ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ കൊടുത്തിട്ട് ആപ്ലിക്കൻ്റെ ഐ ആം ദ ആപ്ലിക്കൻ്റ് കൊടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് എൻട്രി ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ കറണ്ട് റേറ്റ് അനുസരിച്ച് നമുക്ക് 3 ടൈപ്പ് സർവീസസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് സർവീസാണ്. ഇത് നമ്മുടെ PR ഡിസിഷൻ വിത്തിൻ 26 വീക്കേ കിട്ടുള്ളൂ. അതുപോലെ നമുക്ക് പ്രയോറിറ്റി സർവീസ് ഉണ്ട്, അതിന് £500 എക്സ്ട്രാ ആണ്. അതിന് 2,904 പൗണ്ട്സ് ആവും. ഇതെന്ന് വെച്ചാൽ വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കിട്ടും. അതുപോലെ സൂപ്പർ പ്രയോറിറ്റി വിത്തിൻ 24 hours കിട്ടും. അതിന് 3,204 GBP ആണ് ആ ഒരു സർവീസസിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ടു വേൾഡ് പേ എടുത്ത് വെച്ച് നമുക്ക് ഏത് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് ടൈപ്പ് സർവീസാണ് യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചാണ്. നിങ്ങൾക്ക് ഫാസ്റ്റ് ഡിസിഷൻ വേണമെങ്കിൽ വിത്തിൻ 5 days അല്ലെങ്കിൽ വിത്തിൻ 24 hours നിങ്ങൾക്ക് ആ ഒരു സർവീസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലോ ആയിട്ട്, അതായത് നിങ്ങൾക്ക് ടൈമുണ്ട് ഡിസിഷൻ കിട്ടാൻ വേണ്ടി വിത്തിൻ 26 weeks ഡിസിഷൻ അറിയണമെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള 2,404 ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് പേ ചെയ്യുക. പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് കൺഫർമേഷൻ ലഭിക്കുന്നതാണ്. പേയ്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾക്കൊരു യൂണീക്ക് റെഫറൻസ് നമ്പർ കിട്ടും. അത് നിങ്ങളുടെ മെയിലിലും വരും, അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ടോ പ്രിൻറ്റോ എടുത്ത് ആ ഒരു പ്രിൻറ്റ് റെസിപ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പേജിലോട്ട് പോകുന്നത് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ കാണുന്നത് വെച്ചാൽ ആദ്യമായിട്ട് അതിൻ്റെ 2 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡൗൺലോഡ് കൺസെൻറ്റ് ഫോം ഉണ്ട്. ഈ ഒരു കൺസെൻറ്റ് ഫോം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത സെയിം കൺസെൻറ്റ് ഫോമാണ് നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ കൺസെൻറ്റ് ഫോം. അത് ഇവർ വീണ്ടും എൻട്രി ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പാർട്ട് 1 പാർട്ട് 2 കൺസെൻറ്റ് ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൺസെൻറ്റ് ഫോം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഡേറ്റ ഡിക്ലറേഷൻ GDPR കൺസെൻറ്റ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം. നമ്മൾക്ക് ഈ ഒരു നമ്മുടെ വിസ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന കൂട്ട് തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻറ്റിനകത്ത് നമുക്ക് നമ്മുടെ മെയിൽ അഡ്രസ്സ് എൻട്രി ചെയ്ത് കൊടുക്കണം. ഈ മെയിൽ അഡ്രസ്സ് എൻട്രി ചെയ്യുമ്പോൾ നമുക്കൊരു ആക്സസ് കോഡ് കിട്ടും. ഈ ഒരു ആക്സസ് കോഡാണ് അടുത്ത് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ആക്സസ് കോഡ് ലഭിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെബ് പേജിൽ നമ്മുടെ ആക്സസ് കോഡ്, നിങ്ങളുടെ മെയിലിൽ ലഭിച്ച ആക്സസ് കോഡ് ഇവിടെ കൊടുക്കുക. ഈ ഒരു ആക്സസ് കോഡ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, അതിൻ്റെ പേയ്മെൻറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പേജിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബയോമെട്രിക് റെസിഡൻസ് BRP കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ
ബയോമെട്രിക് വെരിഫൈ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. ആ ഒരു പേജാണിത്. അതിനുവേണ്ടി നമ്മളൊരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ മെയിൽ അഡ്രസ്സ് ആദ്യം എൻട്രി ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിലിൽ ലഭിച്ച ആക്സസ് കോഡ് ഇവിടെ എൻട്രി ചെയ്യണം. ആക്സസ് കോഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്തൊരു പേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 8 ക്യാരക്ടേഴ്സ് ഉള്ള അറ്റ്ലീസ്റ്റ് പാസ്വേഡ് വേണം. അതിൻ്റെ അകത്ത് ഒരു അപ്പർ കേസ് വേണം, ലോവർ കേസ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നമ്പറും വേണം. ഇത്രയും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പാസ്വേഡ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഈ പാസ്വേഡ് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജിൽ പോകാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ കൊടുത്ത മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പ്രധാന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഉണ്ട്, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2-3 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ നോർമലായിട്ട് നമ്മൾ എടുക്കേണ്ട അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റി സർവീസുള്ള അപ്പോയിൻമെൻറ്റ് ഉണ്ട്. അതായത് നമുക്ക് ആ അപ്പോയിൻമെൻറ്റ് നെക്സ്റ്റ് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ വിതിൻ 5 ഡേയ്സോ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോയിൻമെൻറ്റ് ലഭിക്കാൻ. അതിനുവേണ്ടി അവരെ ഡയറക്റ്റ് കോൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോർമലായിട്ട് അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ അടുത്തൊരു പേജിനകത്ത് ഒരു 4 ഓപ്ഷനാണ് പ്രധാനമായിട്ട് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് അപ്പോയിൻമെൻ്റ് ആണ്. പിന്നെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സും VIP ആണ്. മീറ്റ് ആൻഡ് ഗ്രീറ്റും ബിസിനസ്സും VIP വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവരെ കോൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സാധാ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പോസ്റ്റ് കോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ നിയറസ്റ്റ് അപ്പോയിൻമെൻറ്റ് സെൻറ്റർ അവിടെ വരുന്നതാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ നിയറസ്റ്റ് അപ്പോയിൻമെൻറ്റ് സെൻറ്റർ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ആൻഡ് ടൈമും സ്ലോട്ട്സ് കാണാവുന്നതാണ്. ആ ഒരു അവൈലബിലിറ്റി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അപ്പോയിൻമെൻറ്റിന് സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ കോസ്റ്റ് ചോദിക്കുന്നത് വെച്ചാൽ 132 pounds ആണ്. അത് ഓരോ ടൈം അനുസരിച്ച് തന്നെ മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ 132 pound ആണ്. ആ ഒരു 132 pound ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കുറേ എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് സ്കാനിങ് നമ്മൾ ഓൾറെഡി സ്കാൻ ആൻഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീണ്ടും സ്കാൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവർ റീസ്കാൻ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് SMS സർവീസ് എന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രസ് നമ്മുടെ അറിയണമെങ്കിൽ നമുക്ക് SMS ആയിട്ട് നമ്മുടെ UK മൊബൈൽ നമ്പറിൽ ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് SMS സർവീസസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. SMS സർവീസിന് 2 pounds ആണ് ചാർജ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് പേ ചെയ്ത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിസ ആപ്ലിക്കേഷൻ ഓൺലൈൻ അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഡോക്യുമെൻറ്റ് നമ്മൾ സേവ് ചെയ്ത PDF സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ പേയ്മെൻറ്റ് കൺഫർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് സക്സസ് ആയി കഴിയുമ്പോൾ അതിനകത്ത് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജിൽ വീണ്ടും പോകുന്നതാണ്. അതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൽ അവർ ഓൾറെഡി ഒരു ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ആ ഒരു ഡോക്യുമെൻറ്റിൽ ലിസ്റ്റ് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ് ഏത് ടൈപ്പിലുള്ള ഡോക്യുമെൻറ്റ് നമുക്ക് സ്കാൻ ചെയ്യണം. നമുക്ക് ഏതൊരു അവർ പ്രിഫർ ചെയ്യുന്നത് PDF അല്ലെങ്കിൽ JPG അല്ലെങ്കിൽ PNG ഫോർമാറ്റാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് മെയിൻലി നമ്മുടെ പാസ്പോർട്ടും അതുപോലുള്ള യൂട്ടിലിറ്റി ബിൽസ് നമ്മുടെ പേ സ്ലിപ്പൊക്കെയാണ്. അതുകൊണ്ട് മെയിൻലി നമ്മൾ PDF ഡോക്യുമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് മാക്സിമം 6 MB ആണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് കളർ അല്ലെങ്കിൽ ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ആവുന്നതാണ്. നമുക്ക് ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉള്ളവർ 6 MB കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സൈസ് റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ സൈസ് ഇച്ചിരി കുറയുന്നതാണ്. അത് അവർ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് പ്രൂഫ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ പാസ്പോർട്ടാണ് മെയിൻലി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെന്ന് വെച്ചാൽ റെസിഡൻസ് ഇൻ ദ UK എന്ന് പറയുന്നതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ BRP കാർഡാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻസ്, അതിൻ്റെ നമ്മുടെ പേ സ്ലിപ്പും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും. പിന്നെ വരുന്നത് സ്പോൺസറുള്ള എംപ്ലോയ്മെൻറ്റിനകത്ത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററിക്ക് വേണ്ടി നമ്മുടെ ലൈൻ മാനേജർ വരുന്ന ഒരു ലെറ്റർ ഉണ്ട്, അതും നമ്മൾ അപ്ലോഡ് ചെയ്താം. പിന്നെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ട്രാവൽ ഹിസ്റ്ററിക്കകത്ത് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എംപ്ലോയറിൻ്റെ ലെറ്റർ വേണമെങ്കിൽ നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൻ്റെ അവരുടെ
കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ഇൻഫർമേഷൻ എന്തെങ്കിലും നമുക്ക് എമർജൻസീസ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ വേണമെങ്കിൽ നമ്മുടെ മെഡിക്കൽ എമർജൻസീസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ എഡ്യൂക്കേഷനിലൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് പ്രധാനമായിട്ട് സ്റ്റുഡൻറ്റ് വിസക്കാർക്കാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ. പക്ഷേ ടയർ 2 കാറ്റഗറിയിൽ പ്രധാനമായിട്ട് നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ റെസിഡൻസിൻ്റെ UK കൊടുക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമ്മുടെ സ്പോൺസർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ട്രാവൽ ഹിസ്റ്ററി അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രധാനമായിട്ടുള്ള ഇത്രയും ഡോക്യുമെൻ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അത് എന്നിട്ട് ഓരോ ഫയലിനും നമ്മൾ പ്രത്യേകം പേര് കൊടുക്കുക. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ കൊടുത്തതിനകത്ത് BRP എൻ്റെ കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ ടാക്സ് അത് നമ്മുടെ യൂട്ടിലിറ്റി ബില്ലാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാലറി സ്ലിപ്പ്, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഡിഫറെൻറ്റ് പേര് കൊടുത്ത് നമ്മൾ എൻട്രി ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന അപ്ലോഡെല്ലാം നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് കണ്ടിന്യൂ കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ഓൾ ഡോക്യുമെൻറ്റ് കൊടുക്കുക. നമ്മൾ ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീസബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും റീസബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് UK VAS ഏജൻസിയെ വിളിച്ചിട്ട് നമ്മുടെ ഫയൽ സിസ്റ്റം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ PR അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് സ്റ്റാറ്റസിന് വേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് എങ്ങനെയാണ് നമ്മൾ PR ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ഓൺലൈൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ആൾക്കാർക്ക് ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ വളരെ നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഏജൻറ്റിനെയോ നമ്മളൊരു സോളിസിറ്റേഴ്സിൻ്റെയോ എടുത്തു പോയി നമുക്ക് ഇത്രയും 500 to 2500 pounds കൊടുത്തിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് അത്രയും മണി വേസ്റ്റ് ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മുടെ ഒരു PR ആപ്ലിക്കേഷൻ ഏകദേശം അത്രയും തന്നെ എമൗണ്ട് ആവും, 2400 സ്റ്റാർട്ടിങ് ആവും. ഇനി ഇത്രയും മണി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏജൻറ്റിനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്കൊരു വിത്തിൻ 1 to 2 hours നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലോ ടാബ്ലറ്റിലോ നമ്മുടെ ലാപ്ടോപ്പിലോ ഉണ്ടെങ്കിൽ ഒരു ഫോൾഡറിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് UK PR സെറ്റിൽമെൻറ്റ് ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇത് മറ്റുള്ളവരുടെ അറിവിനായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് ഇൻ ദി UK ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us. ദിസ് ഈസ് ലൈഫ് ഇൻ ദി UK. ബൈ. Hello friends, welcome to a new video of Life with Anu Sinju. Today we are going to discuss how to apply indefinite leave to remain for dependents. Indefinite leave to remain, also called permanent residence or settled status. There are a set of criteria that you need to meet to get indefinite leave to remain in the UK or settled status in the UK. If you search in Google indefinite leave to remain and you can go to Government of UK website, there are some set of criteria that you need to meet to get this indefinite leave to remain status. Dependents indefinite leave to remain, mainly they need to stay in the UK for 5 years. 5 continuous years, and you can apply indefinite leave to remain within 28 days of your 5 years expiry. For example, if your visa status is going to expire on 31st of December 2024, which is you're completing your 5 years. Think about that. So what you need to do, you can apply your indefinite leave to remain. If you met the criteria, you can apply within 28 days of your expiry date. That means if it is 31st, right around after 3rd of December 2024, you can apply for indefinite leave to remain. It is the same link you are applying that your main applicant applied for indefinite leave to remain, and the same link you are using to apply for indefinite leave to remain for partners. So there are some criteria that are given initially for the main applicant, but you can click the link that apply for indefinite leave to remain, and you can select your partner. So it's a really simple process. So there are some costs you have to pay. It's around £2,835 at the minute,
And if you want to get the decision within 5 working days, you can pay £500 extra. If you need to get this decision within 3 working days, you need to pay £1,000 extra in addition to your visa application fees. There are some criteria you need to meet here. One is the time in the UK. That means you need to be in the UK for 5 years continuous period, and you cannot spend no more than 180 days outside the country in any 12 months. That means if you are doing a visa process like a 5 years, they will count in 1 year each back, and you can't be outside the country 180 days, which is 6 months or more outside the country. You are ineligible to apply. Then you have to start counting again from the time you are more than 180 days in a 12 months period. If you're not eligible, you can extend your current visa, and when it is eligible, the next 5 years of your continuous residence and not gone outside the country 180 days or more, then you can apply for indefinite leave to remain. Mainly, we're discussing about eligibility for partners. They have permission to be in the UK as a partner. That means you still need to show your relationship status. They have lived in the UK with you as a dependent at least 5 continuous years. Your relationship status is genuine. You intended to keep living together. You have enough income to support yourself and your dependents. You are not using any public fund. But this case is a little bit confused. If your main applicant got indefinite leave to remain, of course they can apply for public fund in their name, but make sure that they're not applying public fund in your name, which is not at a dependent status. So the main criteria is you cannot use any public fund like universal credit or child credit for your child if you're not yet received a indefinite status. But if your partner got the one, they can apply, but make sure that it's not put your name as a main applicant of the childcare. So you need to apply this one as online through the link. And as I said, the decision usually is a 6 months. If you need to get in a fast track, which is 2 methods, which is £500, you can get the decision within 5 working days. If you're paying £1,000 extra, you can get this decision within 3 working days. If your application is approved, you can work continuous, run a business, study in any course which is eligible, and you can start any business. With all that, when you get the dependent status, it will allow you to do these all things. As it mentioned, do not apply any sooner than 28 days before. So after that, you need to do a biometric residence. So when you apply, you go online and you need to click on whether you are applying from UK. And if you have any application in home office, you need to click yes. You have to start with registering your email address and password. Make sure you're giving a right email address, because they will give all the notifications, all the process of the application will give to that email address. Make sure you're given the right email address. Once you start entering your email address, you have to create a password, which should be uppercase, lowercase, and a number and a symbol, which all should be included in your passwords. I should be at least 10 characters as long. Make sure you remember your password. You write somewhere that password. Once you enter the password, you have to enter registration of email address. Is the applicant or the immigration advisor or someone else? So you should click if applicant. As we are stating, we are doing your dependent extension. That means your indefinite leave to remain by self. So now they are asking about which category of visa status you currently on. You need to select which visa category you're on. Most of them here, they are on tier 2 or skilled workers. So you need to select tier 2 or skilled workers, or whichever is suitable for your profession. I'm going to tier 2, and your relationship status to your sponsor. As a dependent, your sponsor is your partner. So it means you have to select partner because you are on partner's visa. So you need to enter the person you are applying to remain in the UK with. So you need to enter your partner details. So this is the main applicant details. You need to give their name, not your name. Okay, you need to enter their title, given name, and surname. You have to enter there. Okay, after that, you save and continue. You'll go to the next page,
So your nationality of your partner. So you need to enter the nationality and the date of birth there. And when you're ready, you can save and continue. So the next page, it is asking about your partner's reference numbers, which is you can give their passport number or national insurance or their partner's latest BRP, biometric residence number. So you can click whatever you got. The more you give, so they give the more, they are easy to find your partner's details from their the database. So you need to enter whatever you have, you can enter there, so they can find the right person from their data the system, the government of UK. So your partner's current immigration status, and you can select which visa they are on. It's ours was skilled workers. You need to enter. Then you need to enter the WAF number. You can get this WAF number, the initial visa enter page in the passport when they are entered to the UK first time. So they can get the WAF number, and the sponsor's license number you can get from the last COS letter which is supplied to your partner. So you need to enter the sponsor's license number there and save and continue. So after that, you need to counter check all the details which is enter. If you're happy, you can continue. Now we're going to enter the applicant details. Answer questions about this applicant. Applicant is used. You need to enter your details from the next steps. So your title, given name and family name. When you're ready, so you can enter your details. If you have any other names in your details, you need to give there and you need to continue. So you have to give your details, phone numbers and email address. For the next steps, you have to enter the phone number. So the postal address, next you have to enter the postal address, correct UK postcode and the house number. Next, your gender and relationship status. So you can enter, you can scroll and select there and save and continue, which is going to be next steps. And your current nationality, country of birth, and next page is your passport details. Enter your passport details, issue date and expiry date. Once you enter the details, you'll go to the next page. Then your identity card. So you can either give other details, so it's not necessary. If no, you can put no. So it goes to the next page. So your other nationality, if you got other nationality, if you're from India or any other some of the countries, you won't get dual nationality. So you'll get only one nationality. But it's like in Egypt, they can allow up to 3 nationality. You can enter your other nationality if you need. So leave at your current address. You need to give your address details. So your how many months or years you stay in that trust. I think you have to give last 5 years address. So you can enter the details of the address, whether you are own or you're rented. You have to give the details, date of first entered, and your immigration status. You need to put yes, because you should have the immigration status before applying that. Your expiry date of your visa you have to give here. So expiry of visa is different than your BRP expiry date, because from this year 2024 and you won't get BRP card. So the expiry date of BRP card is different than your visa. You have to enter the visa expiry date there. Okay, when you enter, you get enter time spent in Crown dependency. Crown dependency is like the Isles of Man and other that British territories. If you visited there, you can enter the details. Leave granted on or after 11 January 2018. So you have to enter the period you're outside the country. You can enter these details here. If you're not been outside the country, you can put no. So if you put no, you can continue. If you put yes, you have to enter the details. Other countries you have lived in, so you have to give the details of your country since your birth, that you lived in, whether you visited any other countries in the last few years, like stayed more times. You have to enter the details. So here we are putting for my dependencies lived in India since birth. So they're going to put their name, the details there. Once you enter, you can save and continue. It goes to the next page is additional countries you lived in. You can put additional countries you lived there.
So next is life in the UK test. So make sure that you complete life in the UK test prior to application. You have to enter the reference number there. So next is how you provide evidence of your English language ability in previous application. If the main applicant, it's applicable. If it is previous application for dependent visa, they won't give. So you can put no, but you need to enter the English language proficiency there, but your degree taught there, so you can put the details. But many of the degree taught outside the country of UK is not accepted, so the B1 English is mandatory in many of these cases. In your cases, like 90% you need B1 English levels. So proof of degree, if you're providing proof of degree, you have to get a degree certificate or official transcript letter which shows your medium of language is in English. So it depends on who is evaluating your application, who is doing the case of your application, depends on them whether they need to accept the degree as the English evidence or not. So problem with immigration status, if you have refused any visa, you have to enter there. If you have any criminal convictions, you have to enter here and save and continue. If you're involved in any of the war crimes, you need to give the details there, otherwise you have to put no. So next one is like terrorist activity. If you go in views of terrorist activities, you have to enter there. If you're involved in any terrorist organization, you have to enter the details there. And terrorist views, if you have any views, you have to enter the details. So next is person of good character. Do you think your character is good? This is asking about have you ever engaged in any activity that may be indicated that you're not a good character. So you have to put no there. The home office reference number. If you have any home office reference number, you can put yes, otherwise no. So when you continue, so we'll go to the next page for you continuing the application. So the next page shows that your biometric residence permit number and your details. If you have to put the yes and you have to enter the biometric residence details and the permit number and place of issue, which is United Kingdom, and issue date and expiry date you can get from your biometric residence permit card. When you enter the all details, you can save and continue for the next page. So here you enter the biometric residence permit card details. So after that, you need to check your details. Okay, if you have any additional application, you can add there. So if, as I said, you can't use any public fund. If you use any public fund, you need to give the details there. So you have to return the public fund. Next, we need to enter the verification consent. You can download and print verification consent, which is one from, you have to ask your partner to sign one of them, and second one is yours. So from the applicant, it is yours, and because many of that council bill, utility bill, mortgage, everything is your partner's and your combined name. So we need to ask the partner to sign that Part B consent form, because as per the data protections, each individual is different. So you have to ask them to sign and return and upload, which is at the last step. Next, as I said, if you spend outside the UK or dependency, in the main applicant I put no. If you visited any other countries, you have to put yes. So you have to give all the details of the country you visited in and out and the reason for visit. So you have to provide the exact details that you gone outside the country and return back to the country. So when you ready everything, so you have to check everything, your details, before submitting the application form. So before submitting, you make sure that every details, every dates you entered, you have to check all the steps, all the details before submitting the form. When you submit it, you can't revert it. That's the main problem of your application. If you have any additional application, like if you want to register your child as a dependent child, you can enter there. So here it's a confirmation, mandatory documents, your passport issued from your country. Other document, that means you have to get an your university certificate, an ECLIS letter, which is like a UK NARIC certificate, that because this application is given as your English language is equivalent of B1 level, so they're asking for UK NARIC certificate. The official transcript letter, which you need to provide, declaration signed by the main applicant, the main applicant of the sponsor, which is husband or wife, and all other passport, current biometric presence bar, and evidence of your immigration status, which is again the BRP cards. You have to provide the details. So you have to click everything before submitting, because
it is a mandatory and documents you have to provide for your indefinite leave to remain application form. When you click everything, you have to continue to the next page. So your providing document, when you go for your online biometric application, you have to get your original documents which is submitted through the UKVS websites. So continue, save and continue. Now they're asking to pay. Check your answers. Basically, it will ask again to check all your answers. When you are happy about your applications, which is enter all the details in your application form, you can save and continue to the next page. So you have to confirm you are the applicant. You have to pay this much amount, which is, as I said, 2,800 something for your visa fees. If you want to within 5 days of working days decision, you need to pay 500 extra. That is combined is 3,385 pounds you have to pay either by credit or debit card. So when you get the payment, you'll get the payment receipt. So it'll get an automatic mail to your email, so you don't need to print or save that one. Next, you need to do a booking appointment with one of that UK visa agencies, which is UKVS. So when you continue, you have to create, it will go to a next website to create an account. It's UK Visa and Citizenship Application Service. You have to give your email address. You'll get an access code. So you have to enter the access code there and create a password to log in to the UKVS website. Here you have to create a password at least 8 characters containing one uppercase, one lowercase, and one number. And when you give the details, you can log in to your system. So login and password. When you enter, there is few options. You can book an upload, book appointment, upload document, and mobile pop-up. You're mainly using for book appointment first. So you have to book appointment. There is mainly two type. One is the regular appointment, and second one is meet and greet. So meet and greet means you can get an appointment like next working days, and that staff which is allocated, they will check all your documents which is uploaded to your system within 24 hours. If it is normal appointment, you can upload the documents and you can get an appointment, and they will check only your passport and they will submit the document behalf of you. If it is like, as I said here, standard, meet and greet plus and business, we usually using first two options. Meet and greet, it is like a 50 pounds more than the current appointment price. You can select the appropriate location and you can book an appointment, and whenever you're ready, you can scan and upload document to this website and they will get back to you. So that's all about today's video. So when you get the appointments, upload the document, attend that appointment on time. If you select the service like a normal one, it'll take 6 months to get your decision, and if you're getting 5 working days, you'll get the decision in 5 working days. If you select a 3 working days, you'll get the decision in 3 working days. If need any more documents from you, they will send an email, respond appropriately. That's all about today's video. Thank you for watching. Please subscribe my channel. This is Life with Anu Sinchu. Thank you. Have a great day.